കഥകൾ കുറെയൊക്കെ എനിക്കും അറിയാം കേട്ടോ. എന്ത് കഥകളാണ്? അറിയാവുന്നതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പച്ചിക്ക് 2 അല്ല 3 മക്കള്. എന്താടി നീ പറഞ്ഞേ? ഞാൻ പറഞ്ഞതേ സത്യം. അഭിയ അവധിയും കൂടാതെ ഒരാളും കൂടി അപ്പച്ചിയുടെ ചോരയായിട്ടുണ്ട്. അതാണ് ചതി. അതെ, നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ചതിയും വഞ്ചനയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദേവന്തികെ, പെൺകുട്ടികളായ വ്യക്തിത്വം വേണം. നിന്നോട് എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അനി പറയുന്നത് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ലെന്നാ. അതിന്റെ കാരണവും അവൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു പെങ്ങളായിട്ടാ അവൻ നിന്നെ കാണുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ അവനെ ശല്യം ചെയ്യുന്നതിൽ കാര്യമില്ല. കണ്ടോ, നിന്നെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാനാ നോക്കുന്നത്. ഞാൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. നന്ദുവിനെ ഈ വീടിന്റെ മരുമകളാക്കാനായിരുന്നെങ്കിൽ ഇതിനു മുൻപേ എനിക്ക് സാധിക്കുമായിരുന്നു. അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതേ ഞാനും ആദർശേട്ടനും അല്ല, എന്റെ അച്ഛനും അമ്മയോ. ആ അച്ഛനും അമ്മയും കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്ത വർത്താനം പറഞ്ഞാ അതെനിക്ക് സഹിക്കില്ല. അത് ഞാൻ കേട്ടോണ്ട് നിക്കത്തൂല്ല. കണ്ടോ അവള് സമയത്ത് കാൽ മാറുന്ന കണ്ടോ? ഇപ്പൊ അനിയുടെ ഡിവോഴ്സ് നടന്നു. ഇനിയിപ്പോ നിനക്കും അനിക്ക് വിവാഹം കഴിക്കാൻ ഒരു തടസ്സവുമില്ല. അത് മനസ്സിലാക്കിയിട്ട് നിന്നോട് പറഞ്ഞതാ ഒഴിഞ്ഞു പോവാൻ. അങ്ങനെ ഒഴിഞ്ഞു പോവില്ല ഞാൻ. ഇനി അബദ്ധവശ എനിക്ക് അനിയെ കിട്ടിയില്ലെങ്കിൽ അതിന് എല്ലാവരും വലിയ വില നൽകേണ്ടി വരും. എടാ, അനാമികയുടെ കാമുകനുണ്ടല്ലോ സ്റ്റെബിൻ, അവന് ഞാൻ കുടിക്കിയതേ നല്ലതുപോലെ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട്. ഇവിടത്തെ എസ് ഐ നന്ദുവാണെന്ന് അവനറിയാം. അവന്റെ ചില തരികിട പരിപാടികളെ ഞാൻ പൊക്കി. അവൻ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്, നമ്മുടെ അബിയെ പോലെ. അതിന്റെ ഇടയ്ക്ക് അവനൊരു പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജും ചെയ്തു. ബന്ധം പിരിയാതെ തന്നെ അവരടിച്ചു പിരിഞ്ഞു. അവളെ ഞാൻ കണ്ടെത്തി. എന്നിട്ട് അവനെതിരെ കേസ് ഒടുപ്പിക്കുമെന്ന് പറഞ്ഞു. അവക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ചിലവിന് കൊടുക്കാതെ നടക്കായവൻ. കേസായി കഴിഞ്ഞ അവൻ ഉടനെ ഒന്നും UK പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ വന്നത് കോടതിയിൽ മൊഴി കൊടുക്കാൻ. പിന്നെ അനാമികയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടണമെന്നല്ലാതെ അവളെ UK കൊണ്ടുപോകണമെന്ന് അവന് ആഗ്രഹമില്ലായിരുന്നു. എന്തായാലും നീ കോടതിയിൽ നിർത്തിയ തെളിവുകൾ ശക്തമായിരുന്നു. ഞാൻ അങ്ങനെയല്ലേ വരത്തുള്ളൂ. നിനക്കല്ലേ എന്നെ വിശ്വാസമില്ലാതെ പോയത്. ഞാൻ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നവരെ ചതിക്കില്ല, അവരെ വിഷമിപ്പിക്കുകയില്ല. നീയും അങ്ങനെ ചെയ്യില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ നന്ദുവിന്റെ കാര്യത്തിൽ നീ കുറച്ച് തരികിട പരിപാടി കാണിച്ചു. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടടാ. കാരണം എന്തായാലും ശരി, നീ അത് ചെയ്തത് ശരിയായില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ എന്റെ വീട്ടിലുണ്ട് ആ കല്യാണത്തിന് എതിർപ്പുള്ള ആൾക്കാര്. അതാരാണെന്ന് നിനക്കറിയാലോ. അത്തരം സാഹചര്യങ്ങളൊക്കെ നീ ഇനി എനിക്കൊപ്പം ഉറച്ചു നിൽക്കണം. നീ മുന്നിൽ നിന്ന് വേണം ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ. അല്ല, അത് പറഞ്ഞപ്പോ നിനക്കെന്തോടെ ഒരു സന്തോഷമില്ലാത്തത്? എന്താ, ഞാൻ നന്ദുവിനെ കല്യാണം കഴിക്കുന്ന നിനക്ക് ഇഷ്ടമല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയാൽ അവളുടെ കഴുത്തിൽ താലി കെട്ടി ഒന്നിച്ച് ജീവിക്കണം. അതന്നെ എന്റെ ആഗ്രഹം. ഇനിയിപ്പോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ പ്രധാന തലവേദന ഒഴിഞ്ഞു പോയില്ലേ? അപ്പോ നിനക്ക് നല്ലൊരു ബന്ധം ആലോചിക്കാലോ. നിനക്ക് യോജിച്ച പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി തരാം. നിന്റെ നയനെടുത്തിട്ട് സ്വഭാവമുള്ള ഒരാളെ. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതാരാ? അതൊക്കെ സമയമാകുമ്പോ പറയാം. എനിക്കിനി കല്യാണമൊന്നും വേണ്ടടാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അവള് നിനക്ക് നന്നായിട്ട് ചേരും. നിന്റെ കുടുംബത്തേക്ക് വന്നാലും അവൾ എല്ലാവരുമായിട്ടും പൊരുത്തപ്പെട്ടു പോകും. ആ വിഷയം അത് വിടളിയാ.
ഞാനിപ്പോ ഉടനെ എന്റെ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. എന്തായാലും എന്റെ കല്യാണം ഉടനെ ഉണ്ടാവും. എന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാലേ ഉടനെ നിശ്ചയ. അതിന് നിന്റെ അമ്മ നന്ദുവാണ് നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെന്ന് അറിഞ്ഞില്ലല്ലോ. ആ, അങ്ങനെ അറിയുമ്പോ നീ നിന്റെ വീട്ടുകാരൊക്കെ അമ്മയെ ഒന്ന് മയപ്പെടുത്തി എടുക്കണമെന്നാ ഞാൻ നിന്നോട് പറഞ്ഞത്. ആ സമയത്താണ് നിങ്ങളുടെ എല്ലാവരുടെ സഹായം എനിക്ക് വേണ്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത്. പിന്നെ അവളെ വിട്ടുകളയാൻ പറ്റുള്ളിയാ. നന്ദു, നിനക്കറിയാലോ, സൗഹൃദത്തിന് അങ്ങേയറ്റം മാന്യത നൽകുന്ന ആളാ ഞാൻ. ഒരു സുഹൃത്തിനെ ഞാൻ വഞ്ചിക്കാറില്ല. ഇവിടെ ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിപ്പോയി. ഞാനും അങ്ങനെ തന്നെ. അതുകൊണ്ട് എന്റെ മനസ്സിലുള്ളതൊന്നും തുറന്നു പറയാൻ പറ്റാത്ത. നവീനെ പറ്റി ഒരു തർക്കം ഉണ്ടായപ്പോ നീ എന്നോട് ബെറ്റ് കെട്ടിയിരുന്നു. അതില് നീയാണ് വിജയിച്ചത്. പക്ഷേ ഈ ഡിവോഴ്സ് നടത്താൻ വേണ്ടി അവനെടുത്ത എഫേർട്ടിന് പകരം ചോദിക്കുന്നത് നിന്നെയാ. നമുക്ക് തൽക്കാലം ഒന്നും പറയണ്ട. ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെ വരുമെന്ന എന്റെ വിശ്വാസം. അത് തന്നെ എന്റെയും പ്രതീക്ഷ. അവന്റെ അമ്മയുടെ അടുത്ത് നിന്റെ പേര് പറയുമ്പോ അവിടെ കൊണ്ട് ഈ ആലോചന നിൽക്കും. പക്ഷേ അവന്റെ മുത്തശ്ശനെ എനിക്ക് പേടിയുണ്ട്. എന്റെ മുത്തശ്ശന്റെ അതേ സ്വഭാവമാ അവന്റെ മുത്തശ്ശനും. കൊച്ചുമോനെന്ന് വെച്ചാ അങ്ങർക്ക് ജീവനാ. അതുകൊണ്ട് ഇനി മുത്തശ്ശനെ കൊണ്ട് അവനത് ഓപ്പറേറ്റ് ചെയ്യിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ അമ്മയും എന്നെയും ഒന്നും നവീനേട്ടന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തടത്തോളം കാലം നവീനേട്ടന്റെ ആഗ്രഹമൊന്നും നടക്കില്ല. ഞാനിപ്പോ നിനക്കൊരു തലവേദനയായല്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മൾ തമ്മിൽ അടുപ്പമില്ലായിരുന്നെങ്കിൽ നീ ഈ ആലോചന വേണ്ടെന്ന് വെക്കായിരുന്നോ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. നിന്നെ പോലെ തന്നെ നവീനേട്ടനെ എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും. അതുകൊണ്ട് നീ പറഞ്ഞത് ശരിയാ. നമ്മൾ തമ്മിൽ അടുപ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഈ ബന്ധത്തെ എതിർക്കില്ലായിരുന്നു. അല്ല, അങ്ങനെ ഇപ്പൊ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അതാ എന്റെ പേടി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ ഈ ബന്ധം മുടക്കാൻ ശ്രമിച്ചേനെ. പക്ഷെ ഇവിടെ നിനക്ക് നവീനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. സോഫ്റ്റ് കോർണർ ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. നീ ഇങ്ങനെ സംസാരിച്ച് എന്റെ മനസ്സളക്കാനൊന്നും ശ്രമിക്കണ്ട. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിപ്പോ നവീനേട്ടനെ പോലെ നിനക്ക് നിന്റെ വീട്ടുകാർക്കോ അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റില്ല എന്ന് നിനക്ക് അറിയാലോ നന്ദു. എന്നാ പിന്നെ ആ സ്വഭാവം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നും അല്ല, മറ്റുള്ളവർക്കും അങ്ങനെയൊക്കെ തന്നെയാ. ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഇനി എത്ര നല്ല ബന്ധം വന്നാലും അവർക്കിടയിലോട്ട് എത്ര അടുപ്പമുള്ളവർ വന്നാലും ആ സ്നേഹത്തിന് വിള്ളലുണ്ടാവില്ല. ദേ, അതുകൊണ്ട് നിന്റെ ഒടുക്കത്തെ സംശയവും മുനവച്ചുള്ള സംസാരമൊക്കെ നിർത്തിക്കോ. നന്ദു, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. അതിനെന്തിനാ എന്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നത്? ദേ, നീ പറഞ്ഞു പറഞ്ഞ് എന്നെ നവീനേട്ടനെ ഒന്നിപ്പിക്കോ? ഏയ്, ശ്ശേ, അതിനെപ്പറ്റി സ്വപ്നത്തിൽ പോലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നീ ചെല്ല്. നിനക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. അനാമിക തലേന്ന് പോയതിന്റെ ആശ്വാസത്തിലേ നീ പോയി അതൊക്കെ ചെയ്തു തീർക്ക്. ദേ, ഓണോ വരുന്നേ. ആ, ഓണത്തിന് നിനക്കെന്താ വേണ്ടത്? ഇച്ചിരി മനസമാധാനം. ഇനി എന്തായാലും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ നവീനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മള് പറഞ്ഞതുപോലെ നവീനേട്ടന്റെ അമ്മ ഈ ബന്ധത്തെ എതിർക്കുവാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ആ കാരണം പറഞ്ഞ് തൽക്കാലം നമുക്ക് രക്ഷപ്പെടാം. ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥന തുടങ്ങുക അവന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. പോട്ടെ.
എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഒന്ന് വീട് വരെ പോണോ ഇനി? ആ, അത് നന്നായി. പോകുമ്പോ ഏടത്തിയുടെ അച്ഛനെ അമ്മയൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് കാര്യങ്ങള്? ഒന്നും അറിയാത്ത പോലെ എന്താ ഏടത്തി സംസാരിക്കുന്നേ? എന്റെ ഡിവോഴ്സ് കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ എന്റെ നന്ദുന്റെ ഇടയിലുള്ള തടസ്സം നവീനാ. എടാ, കോടതിയിൽ നിന്നെ രക്ഷിച്ചവനാ നവീൻ. അതുകൊണ്ട് മുത്തച്ഛനൊക്കെ ഈ വിഷയത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയില്. കുറച്ചു മുമ്പ് നവീന്റെ മുത്തച്ഛനെ വിളിച്ചിട്ട് മുത്തച്ഛൻ അഭിനന്ദനങ്ങൾ പറഞ്ഞു. ആ സമയത്ത് നവീന്റെ മുത്തച്ഛൻ നവീന്റെ കല്യാണക്കാരി എടുത്തിട്ടു. ആ, എന്നിട്ട് നന്ദുനും പെണ്ണാലോചിച്ച കാര്യം അവന്റെ മുത്തച്ഛൻ അറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നുമില്ലേ. അവന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നും അവന്റെ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് അത് ആരാണെന്ന് പറയാത്തതെന്നാ പറയുന്നത്. ആരായാലും നവീൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവന്റെ മുത്തച്ഛൻ തയ്യാറാണ്. ആകെ രക്ഷ അവന്റെ അമ്മയാ. ആ അമ്മ കൂടി അനുകൂലിച്ച ഞാൻ പെട്ടത് തന്നെ. സത്യം പറഞ്ഞ ഇന്ന് കോടതിയിൽ കേസ് തോറ്റാ മതിയായിരുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേറൊന്നും കൊണ്ടല്ല ഏട്ടാ, അവൻ ഈ കേസ് ജയിച്ചതുകൊണ്ട് അവൻ ഹീറോയും ഞാൻ സീറോയും ആയി. നവീൻ കോടതിയിൽ നെറികേട് കാണിക്കില്ലെന്ന് നന്ദു എന്നോട് ബെറ്റ് കെട്ടിയതാ. എന്നാ അവസാന നിമിഷം വരെ എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ഗംഭീര പെർഫോമൻസാ അവൻ നടത്തിയത്. ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പെർഫോമൻസ്. അത് നന്ദുവിനെ ആകെ ഒലിച്ചിരിക്കുക. അവൾക്കിപ്പോ നവീനെ ഇഷ്ടമായി തുടങ്ങിയോ? ഏയ്, അങ്ങനൊന്നുമില്ല. അവൾ ആദ്യമായിട്ട് സ്നേഹിച്ചത് എന്നെയാ. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റാരെന്ത് ഹീറോയിസം കാണിച്ചാലും അവരെയൊന്നും അവൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ അനിയെ ഇഷ്ടാണെന്ന് അവള് പറഞ്ഞോ? അനിയെ വിവാഹം കഴിക്കാന്ന് അവള് സമ്മതിച്ചോ? അതൊക്കെ പറയാതെ തന്നെ അവൾ എത്ര വട്ടം പറഞ്ഞല്ലേ ഏട്ടത്തി. അതുകൊണ്ട് അവളുടെ മനസ്സിൽ എന്താണെന്ന് ഏട്ടത്തി ഒന്ന് അറിയാൻ ശ്രമിക്കണം. അവളുടെ മനസ്സിൽ അനിയോട് ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്റെ അച്ഛനും അമ്മയും ഒരുപാട് പ്രതീക്ഷയില്ല. അതുകൊണ്ട് അനി പറയുന്നത് പോലെ എടുത്തടിച്ച രീതിയിൽ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് മാത്രല്ല, ഇന്ന് കോടതിയിലേക്ക് നവീനും നന്ദുവും ഒരുമിച്ചല്ലേ വന്നത്? അതെ. നവീൻ എന്റെ വീട്ടിൽ പോയി നന്ദുവിനെയും കൂട്ടിയാ വന്നത്, കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അവന്റെ ഹീറോയിസം ഒന്നുകൂടി നന്ദുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അവനവന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്തതല്ലേ. ഇനിയിപ്പോ ഒരു സുഹൃത്തെന്ന രീതിയിൽ നീ അവനോട് ഫേവറായിട്ട് നിൽക്കുന്നതന്നെയാ നല്ലത്. എന്ത് ഫേവർ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടി, എനിക്ക് വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്ന പെൺകുട്ടിയെ വിട്ടുകൊടുത്തിട്ട് ഒരു ഫേവറും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ നവീൻ എങ്ങാനും അബദ്ധത്തിൽ നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഇവന്റെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവനൊരു നല്ല ബിസിനസ്സുകാരനാവാൻ പറ്റില്ല. നല്ലൊരു കവി ആവാനേ പറ്റൂ. ഇപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നിന്റെ അച്ഛനോടും അമ്മയോടും നീ പറഞ്ഞ പോലെ എടുത്തടിച്ചൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സംസാരത്തിനിടയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കാം. അതുകൊണ്ടും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ആദർശേട്ടാ. എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ട് പോവല്ലേ. എന്താ അവരുടെ നീക്കമെന്നറിയാലോ. അവൻ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട തടസ്സമുണ്ട്, നവീന്റെ അമ്മ. ആന്റിയുടെ സ്വഭാവം വെച്ചിട്ട് ഒരു കാരണവശാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അത്രയ്ക്ക് നന്ദുവിനെ അവർക്ക് ഇഷ്ടമല്ല. അതിപ്പോഴെന്നല്ല, നമ്മുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് അമ്പലത്തിൽ വെച്ച് കാണുമ്പോ അമ്മയോട് പറയുമായിരുന്നു, പെൺകുട്ടികളെ ആൺകുട്ടികളുടെ ദേഹത്ത് കൈവെക്കുന്നവരായിട്ട് വളർത്തരുതെന്ന്. എന്നുവെച്ചാ ക്യാമ്പസിലൊക്കെ അവൾ ഒരുപാട് തല്ലുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ ആന്റിക്ക് അറിയാം. നവീന്റെ മനസ്സിലുള്ളത് നന്ദുവാണെന്നറിയുമ്പോഴും ആ രീതി തന്നെ അവർ ഉറച്ചു നിൽക്കട്ടെ. അപ്പൊ പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അനിയൻ നന്ദുവിനെ ഒന്നിപ്പിക്കാം. അപ്പോഴും ഇവിടെ ഒരു തടസ്സമുണ്ട്. അനിയുടെ അമ്മ പോരാത്തതിന് ഇപ്പൊ ഇളയച്ചനും കൂടി അവരൊന്നിക്കുന്നതിനോട് തീരെ താല്പര്യമൊന്നുമില്ല. അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇന്നലെ വരെ എല്ലാത്തിനെയും അനുകൂലിച്ച് നടന്നിരുന്ന ഇളയച്ചൻ ആ നാഗേന്ദ്രൻ വന്നതിന് ശേഷം പാടെ മാറിയിരിക്കുക. അതിനും എന്തായാലും വ്യക്തമായൊരു കാരണം കാണും. അത് കണ്ടെത്തിയേ പറ്റൂ. നീ വാ. ആഹാ, മോളും മോനുമായിരുന്നോ? എന്താ വിളിച്ചു പറയാതെ ഇങ്ങ് പോന്നത്?
ഞങ്ങള് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനാ വന്നത്. അച്ഛനും അമ്മയും അത് സീരിയസ് ആയി തന്നെ എടുക്കണം. നിങ്ങൾ രണ്ടാളും സീരിയസ് അല്ലാത്ത കാര്യങ്ങൾ വന്ന് പറയില്ലല്ലോ. എന്താന്ന് വെച്ചാ പറഞ്ഞു മോനെ. ഞങ്ങൾ പറയാൻ വന്നത് അനിയുടെ കാര്യമാ. അനി മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ചാ അവന്റെ മനസ്സിൽ എന്താന്ന് എല്ലാരോടും പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അനി അങ്ങനെ നന്ദുവിനെ വേണമെന്ന് വാശി പിടിച്ചപ്പോ അനിയുടെ അമ്മ എന്താ പറഞ്ഞത്? എന്താ രണ്ടാളും ഒന്നും മിണ്ടാത്തത്? അനിയുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോ അനിയുടെ ആഗ്രഹം നടക്കോ? എന്റെ നന്ദുട്ടൻ ആ വീട്ടിലേക്ക് വരാൻ പറ്റോ? മക്കളെ, നവീനെ പോലൊരു നല്ല പയ്യൻ നന്ദുവിനെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാ വന്നത്. ആ സമയത്ത് ആ ബന്ധം നടത്തുന്നതിന് പകരം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്? അത്രയ്ക്ക് എനിക്ക് നന്ദുവിനെ ഇഷ്ടാ. അമ്മയച്ഛനും പറഞ്ഞത് ശരിയാ. നവീൻ ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചു, ശരിയാ. പക്ഷേ നവീന്റെ വീട്ടുകാരിത് അറിഞ്ഞിട്ടുണ്ടോ? നവീന്റെ അമ്മയോ മുത്തച്ഛനോ ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ഇങ്ങോട്ട് വരികയോ ചെയ്തോ? അതൊക്കെ നവീൻ മോൻ അവന്റെ അമ്മയോടും മുത്തച്ഛനോടൊക്കെ പറയാന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം നിങ്ങൾ രണ്ടാളോടും കൂടി ഞാൻ തർപ്പിച്ച് പറയാ. നവീനും നന്ദുവായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ നവീന് പകരം മറ്റൊരു പയ്യൻ. എന്നാലും അനിയൻ നന്ദുവിന് വേണ്ട മോനെ. അതിനാ അച്ഛനങ്ങനെ വാശി പിടിക്കുന്നേ? അത് വാശിയല്ല മോനെ. അനിയുടെ അമ്മ മോന്റെ ഇളയമ്മയാ. സ്വന്തം അമ്മയെ കരയിച്ചുകൊണ്ട് ഒരു മക്കളും അവരിഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല. അത് മാത്രമല്ല, അവന്തികയെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കാനിരുന്നതല്ലേ. അങ്ങനെയുള്ള വീട്ടിലേക്ക്, ആ കൊച്ചിന്റെ മുന്നിലേക്ക് ഇനി നന്ദൂട്ടനെ ഞങ്ങൾക്ക് പറഞ്ഞുവിടാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരരുത്. അതുപോലെ തന്നെ നന്ദുവിന്റെ മനസ്സ് മാറ്റാനും ശ്രമിക്കരുത്. നന്ദുവിന് നവീനെ ഇഷ്ടാണോ? എന്തായാലും നവീമോനോട് അവക്ക് വെറുപ്പൊന്നുമില്ലല്ലോ. നവീനെക്കുറിച്ച് നന്ദൂട്ടൻ എപ്പോഴും നല്ല മതിപ്പൊടിയെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നന്ദുവിനെ നഷ്ടപ്പെട്ട പിന്നെ മറ്റൊരു വിവാഹയെ കഴിക്കില്ലെന്നാ അനി പറയുന്നത്. അതൊക്കെ ഇപ്പൊ പറയുന്നതല്ലേ. നന്ദു വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അനി സാവകാശം മാറിക്കോളും. നിങ്ങളൊക്കെ അവൻ എന്തെങ്കിലും പറയുമ്പോ അതിനൊപ്പം നിൽക്കുന്നതാണ് കുഴപ്പം. അനിയെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണം. നന്ദുവും അനിയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. അമ്മയെപ്പോലെയല്ല ഞാൻ. ഒരിക്കലും വെറും വാക്ക് പറയില്ല. ഒന്നിക്കാൻ പാടുള്ളതേ ഒന്നിപ്പിക്കാവൂ. അനിയവന്റെ വിഷമങ്ങൾ ഞങ്ങളോട് പറഞ്ഞപ്പോ അതേപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. സാരമില്ല, അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനം ഞങ്ങൾ അവനെ അറിയിച്ചോളാം. മോന് വിഷമമൊന്നും തോന്നരുത്. അന്ന് അവന്തികയുടെയും അനിയുടെയും നിശ്ചയത്തിന് ഞങ്ങൾ വന്നപ്പോ അബിയുടെ അമ്മ സംസാരിച്ചതെല്ലാം നിങ്ങൾ കേട്ടതല്ലേ. അന്ന് മോളും അബിയുടെ അമ്മ ഒരുപാട് പറഞ്ഞാണല്ലോ. ഇനി അതൊന്നും കേൾക്കാൻ വയ്യ. ശരി, നമുക്കിറങ്ങാം. ഞങ്ങളിന്ന് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? ഇല്ല ഗോവിന്ദേട്ട, നമ്മൾ വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. പറയേണ്ടതല്ലേ ഗോവിന്ദേട്ട, പറഞ്ഞോളൂ. അബി, ഇനി വന്നേ. എന്റെ മുടിയൊന്നും ചെയ്താ. ഇതാ നവീൻ നന്ദുവിനെ ആലോചിച്ചതുകൊണ്ടേ അവര് തമ്മിലുള്ള വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവളിപ്പോഴും സമ്മതം മൂളിയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. എന്ന് മാത്രമല്ല, അനി അവളുടെ പിന്നാലെ തന്നെയാണല്ലോ. ഒരു കാരണവശാലും അനിയും നന്ദുവും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ നവീന്റെ ജീവിതത്തിലോട്ടും അവള് പോവാൻ പാടില്ല. അവന്റെ ജീവിതത്തിലോട്ട് പോണെങ്കിൽ പോട്ടെന്നേ. അപ്പൊ പിന്നെ നന്ദുവിന്റെ പിന്നാലെയുള്ള അനിയുടെ നടപ്പ് അവസാനിക്കുമല്ലോ. അങ്ങനെ വന്നാലേ അവന്തികയ്ക്ക് ചാൻസ് ഉള്ളൂ. അവന്തിക അനി കല്യാണം കഴിക്കില്ല എന്നല്ലേ പറയുന്നത്? അത് നിന്റെ അനിയത്തെ കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ കല്യാണം കഴിഞ്ഞാൽ അവന്റെ മനസ്സ് മാറും. എന്നാലും അവന്തികയെ പെങ്ങളായിട്ടാണ് കാണുന്നതെന്ന് പറയുമ്പോ അവനെ പിന്നെ നിർബന്ധിക്കുന്നത് ശരിയാണോ?
അത് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നല്ലേ. ഇപ്പൊ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല. ഹോസ്പിറ്റലിൽ ഒരുത്തി കിടക്കുന്നില്ലേ അനക്ക, അവളാ. അല്ല, അവള് റിക്കവറായി വരുവാന്നല്ലേ നയന അമ്മായിയോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവളെ തീർക്കണം, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ. അവളെ കൊണ്ട് എന്നെ കൊടുക്കാനാണ് ആദർശ ശ്രമിക്കുന്നത്. അല്ല, അതിനെങ്ങനെ പറ്റും? കള്ളക്കഥകൾ ഉണ്ടാക്കാൻ അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഞാൻ AN ജൂവലറി മാനേജർ ആയതുകൊണ്ടാ എന്റെ അച്ഛന്റെ സ്ഥാപനം തകർത്തെ അടങ്ങുന്ന അവൻ വാശി പിടിക്കുന്നത്. അല്ലാതെ അത് അച്ഛനോടുള്ള ദേഷ്യമൊന്നും അല്ല. എന്റെ അച്ഛന് കോടികളുടെ ആസ്തിയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ കുറച്ച് നഷ്ടം വന്നാലും ജ്വല്ലറി ഒക്കെ മുന്നോട്ട് പോകും. ആദർശന്റെ ദേഹത്ത് വീണ് ചെളി കഴുകി കളയാനാ അവൻ നോക്കുന്നത്. അത് മുഴുവൻ എന്റെ ദേഹത്ത് തെറിപ്പിച്ചിട്ട്. എന്തായാലും അതിന് ഞാൻ നിൽക്കില്ല. നവി, എടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അനഘയെ കൊല്ലാൻ ഇവിടെ ഒരുത്തം പ്ലാൻ ചെയ്യുന്നുണ്ട്. അനഘ റിക്കവറായി വരുന്നത് അഭിക്ക് അപകടമാണ്. അതുകൊണ്ട് അവനും അവന്റെ അച്ഛനും കൂടെ ചേർന്നിട്ട് അവളെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഈ വിവരം ഉടനെ എത്തേണ്ടടുത്തൊക്കെ എത്തണം. ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല. ശരിയടി, ഞാനിതിപ്പോ തന്നെ ആദർശേട്ടനെ അറിയിക്കാം. ആ ശരി. നവ്യേച്ചയുടെ ഇപ്പോഴത്തെ പോക്കൊക്കെ ആർക്കും പിടികിട്ടാത്ത രീതിയിലാണ് അമ്മ. ചേച്ചി പല സമയത്തുവേ എന്തൊക്കെ ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. അനഘയെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ചെറിയ മീനുകളൊന്നുമല്ല, അവരൊക്കെ വമ്പൻ സ്രാവുകൾ തന്നെയാ. അച്ഛനും ഞാനും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മ പോലും എനിക്കിപ്പോ എതിരാണ്. അതുകൊണ്ട് അനക്ക എങ്ങനെയെങ്കിലും ഇല്ലാതായേ പറ്റൂ. അനഘ നടന്നു തുടങ്ങിയെന്ന് ശത്രുക്കൾ അറിഞ്ഞതോടെ ഗൂഢാലോചന തുടങ്ങിക്കഴിഞ്ഞു. അനഘയുടെ മരണം തന്നെ അവർ ലക്ഷ്യം വെക്കുന്നത്.